ആ ഫാമിലിയിൽ ആ കുട്ടിക്ക് മൂത്ത കുട്ടിക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഞാനതിനെ അസുഖമെന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതൊരു പൈശാചികമായിട്ടുള്ളൊരു പീഡയാണ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരോട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വയലൻ്റ് ആകുന്നു. എങ്ങനെയെങ്കിലും അവൾക്ക് ഫോണൊന്ന് വെച്ചാൽ മതി, അതിനെപ്പറ്റി സംസാരിക്കരുത്, എനിക്കിഷ്ടമല്ല എന്ന് അവൾ പറയുന്നത്. അപ്പം ഇത് കുറച്ച് കാലഘട്ടം കഴിയും തോറും രണ്ടാമത്തെ കുട്ടിക്ക് വന്നു തുടങ്ങി. ഇവർ 3 പെൺകുട്ടികളാണ്. അതിലേറ്റവും ഇളയ കുട്ടിക്കും വരാൻ തുടങ്ങി. അപ്പോൾ ഈ 3 കുട്ടികൾക്കും ഇത് ബാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവർക്ക് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു, വചനം സംസാരിച്ചു. അങ്ങനെ ഇവർ വളരെയേറെ ഒരു വിശ്വാസത്തിലേക്ക് ഇവർ വന്നു തുടങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നെയും ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ചെറിയൊരു സഹനം വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറകോട്ട് പോകും. അതായത് അപ്പോഴും ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? ഈ പല ആൾക്കാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്? എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ദൈവമക്കൾക്ക് എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുന്നത്, ഞങ്ങൾക്ക് മാത്രം എന്താ ഈ ദുരിതം സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രം എന്താ ഈ സഹനം സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൊതുവേ ഉള്ളത്. സത്യത്തിൽ ഈ ഒരു ആൻസർ ഇതിനുള്ളൊരു ഉത്തരമായിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നത്, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം മറ്റുള്ളവരിൽ നിന്നും വേർപെടുത്തി നിർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ എളിമപ്പെടുത്താനാണ് നമ്മളെ അതിനകത്തു നിന്നും പുറത്തു കൊണ്ടുവരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഈ ഫാമിലി പതിയെ ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തുടങ്ങി. ഒരു ബൈബിളൊക്കെ ആ സമയത്താണ്, നമുക്കറിയാം പിശാച് ആ സമയത്ത് മനുഷ്യൻ്റെ രൂപത്തിൽ വരും. പിശാച് വന്നിട്ട് ബൈബിളൊക്കെ ഇവരെടുത്തിട്ട് ഇവരോട് പറഞ്ഞു, ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ബൈബിൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദുരിതം വരുന്നത് അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെടുത്ത് പള്ളയിൽ കളയണം. കർത്താവിൻ്റെ ഫോട്ടോ ഒക്കെ അവരുടെ വീട്ടിൽ ഇരുന്നു. ഇവരോട് പറഞ്ഞു ഇതൊക്കെ എടുത്ത് പള്ളയിൽ കളയണം. പക്ഷേ എല്ലാം എടുത്ത് ബൈബിൾ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തു. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? പള്ളയിൽ കൊണ്ടുപോയി എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അത് വളരെ അധികം സങ്കടകരമാക്കിയൊരു കാര്യം ബൈബിൾ കൊണ്ടുവന്ന് ഇവർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നി. പിന്നീട് കുറേ നാളത്തേക്ക് ഈ ഫാമിലിയെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കുമെങ്കിലും ഒരു ഫോൺ എടുക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് മറ്റൊരു വേർഷനാണ് കേട്ടോ, ഞാൻ പറഞ്ഞൊരു വിശ്വാസത്തിൻ്റെ മറ്റൊരു വേർഷനാണ്. കാരണം ഇത് നമ്മൾ പറയുന്ന പോലെ വഴിയരികിൽ വീണ വിത്ത് പോലെ, മുൾച്ചെടികൾക്ക് ഇടയിൽ വീണ വിത്ത് പോലെയൊക്കെയാണ് ഇവരുടെ ഒരു